നോട്ടുകൾ പിൻവലിച്ചതിനെ തുടർന്ന് അഞ്ചാം ദിവസവും പ്രതിസന്ധി രൂക്ഷമായി തുടരുകയാണ്. പണമില്ലാത്തതിനാൽ മിക്ക എടിഎമ്മുകളും അടഞ്ഞുകിടന്നു. പണം കിട്ടുമെന്ന പ്രതീക്ഷയിൽ എടിഎമ്മുകൾക്കും ബാങ്കുകൾക്കും മുന്നിൽ വൈകിട്ടും ആളുകൾ ക്യൂ നിൽക്കുകയാണ്. ഇന്ന് ബാങ്കുകൾ 4 മണി വരെ പ്രവർത്തിച്ചു. അഞ്ചാം ദിവസവും സംസ്ഥാനത്ത് എടിഎമ്മുകളിലും അതുപോലെ തന്നെ ബാങ്കുകളിലും പണം മാറിയെടുക്കുന്നതിനുള്ള നീണ്ട ക്യൂ തന്നെയാണ്. 100 രൂപ 1000 രൂപ നോട്ടുകൾ പിൻവലിച്ചതിനെ തുടർന്ന് അടച്ച ബാങ്കുകൾ 4ാം ദിവസത്തിലേക്കും എടിഎമ്മുകളുടെ പ്രവർത്തനം 2ാം ദിവസത്തിലേക്കും കടന്നിട്ടും ജനങ്ങൾക്ക് ബാങ്കുകളിലെ പണമിടപാടുകൾ ദുരിതമയമായിരുന്നു. സംസ്ഥാനത്ത് ബഹുഭൂരിപക്ഷം ബാങ്കുകൾക്ക് മുൻപിലും രാവിലെ മുതൽ തന്നെ പണം നിക്ഷേപിക്കാനും നോട്ടുകൾ മാറ്റിയെടുക്കാനുമായുള്ളവരുടെ നീണ്ട ക്യൂ ആയിരുന്നു ഉണ്ടായത്. തെക്കൻ ജില്ലകളിലെ പല ഗ്രാമീണ മേഖലകളിലും എടിഎം കൗണ്ടറുകളിൽ ആവശ്യത്തിന് പണമില്ലാത്തത് ജനങ്ങളെ നിരാശരാക്കി. നഗരത്തിലെ SBI, SBT ബാങ്കുകളിലും എടിഎമ്മുകളിലും പണം തീരുന്ന മുറയ്ക്ക് RBIയിൽ നിന്ന് എത്തിച്ചു കൊടുത്തു. SBI ചീഫ് ജനറൽ മാനേജർ S. വെങ്കട്ടരാമൻ. All the branches of all the nationalized bank and private and public sector banks also are having adequate cash to feed the customers as per the directions given by the Reserve Bank of India. മധ്യ കേരളത്തിലും സ്ഥിതി വിഭിന്നമല്ല. വ്യാപാര കേന്ദ്രങ്ങളിൽ പണമിടപാടിലെ പ്രതിസന്ധി സാരമായി ബാധിച്ചു. പല എടിഎമ്മുകളിലും പണം നേരത്തെ തീർന്നതിനാൽ അവയൊക്കെ അടച്ച സ്ഥിതിയും ഉണ്ടായി. മലബാർ മേഖലയിലും പണം മാറ്റിയെടുക്കാനും നിക്ഷേപിക്കാനുമായുള്ള ജനങ്ങളുടെ നെട്ടോട്ടമായിരുന്നു. പണം കിട്ടാതെ പലരും ദുരിതക്കയത്തിലായി. പല ബാങ്കുകളുടെയും എടിഎമ്മുകൾ കാലിയായിട്ടുണ്ട്. അടുത്ത ദിവസം ബാങ്കുകളിലും എടിഎം കൗണ്ടറുകളിലും ആവശ്യത്തിന് 100 രൂപ 50 രൂപ നോട്ടുകൾ ലഭ്യമാക്കുമെന്നാണ് അധികൃതർ പറയുന്നത്. പണമിടപാടിലെ പ്രതിസന്ധി തുടർന്നാൽ വരും ദിവസങ്ങളിൽ എല്ലാ മേഖലകളെയും അത് സാരമായി ബാധിക്കുമെന്ന വിലയിരുത്തലുമുണ്ട്. സുനിൽ അരുമാനൂർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. നോട്ട് പ്രതിസന്ധിയിൽ വലഞ്ഞ ജനം പ്രതിഷേധവുമായി തെരുവിലേക്ക്. ദില്ലിയിൽ എടിഎമ്മുകൾക്ക് മുന്നിൽ വൻ പ്രതിഷേധമാണ് അരങ്ങേറിയത്. പ്രതിസന്ധി സംബന്ധിച്ച് ചർച്ച ചെയ്യാൻ പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ദില്ലിയിൽ ഉന്നതതല യോഗം ചേരുകയാണ്. നോട്ടുകൾ പിൻവലിച്ച നടപടിയിൽ ദുരിതത്തിലായ പൊതുജനത്തിന് ആശ്വാസവുമായി സംസ്ഥാന സർക്കാർ. വെള്ളക്കരവും വൈദ്യുതിക്കരവും ഉൾപ്പെടെ വിവിധ സർക്കാർ ഫീസുകൾക്ക് ഈ മാസം 30 വരെ പിഴ ചുമത്തില്ല. വിവരണാതീതമായ പ്രശ്നങ്ങളാണ് കേന്ദ്രത്തിന്റെ നടപടി ജനങ്ങൾക്ക് സൃഷ്ടിച്ചതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. പ്രയാസമാണ് ജനങ്ങൾക്കാകെ സൃഷ്ടിച്ചിട്ടുള്ളത്. പക്ഷേ ഇത് കള്ളപ്പണം തടയാൻ ഉദ്ദേശിച്ച് സ്വീകരിച്ച നടപടിയല്ല. ഇവിടുത്തെ ജനങ്ങളുടെ കയ്യിലിരിക്കുന്നത് കള്ളപ്പണമല്ല, അവർ അധ്വാനിച്ചുണ്ടാക്കിയ പണമാണെന്നും 500 രൂപ 1000 രൂപ നോട്ടുകൾ ഡിസംബർ മാസം 30 വരെ ഉപയോഗിക്കാനും മാറിയെടുക്കാനുമുള്ള സാഹചര്യം കേന്ദ്ര സർക്കാർ ഒരുക്കണമെന്നും പിണറായി വിജയൻ ആവശ്യപ്പെട്ടു. ജനങ്ങളുടെ ബുദ്ധിമുട്ട് കണക്കിലെടുത്ത സർക്കാർ സംവിധാനങ്ങളിൽ പിഴ കൂടാതെ പണമടയ്ക്കാനുള്ള സമയപരിധി ഈ മാസം 30 വരെ നീട്ടിയതായും മുഖ്യമന്ത്രി അറിയിച്ചു. വൈദ്യുതി ബില്ല്, വെള്ളക്കരം, പരീക്ഷാ ഫീസ്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ ഫീസ്, വീട്ടുകാർ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് കൊടുക്കേണ്ട ഫീസുകൾ, ഇതിന് കെട്ടിട നികുതി, ഇത്തരം കാര്യങ്ങൾക്കൊക്കെ ഇപ്പോൾ അടക്കേണ്ടതിന് പിഴ ഈടാക്കുന്ന നിലയുണ്ടാവില്ല. ഈ മാസം അവസാനം വരെ അവർക്ക് സാവകാശം കൊടുക്കുകയാണ്. അതുപോലെ തന്നെ മോട്ടോർ വാഹന വകുപ്പിൽ ഓട്ടോറിക്ഷ, ടാക്സി, ചരക്ക് വാഹനങ്ങൾ തുടങ്ങിയവയുടെ നികുതിയും പിഴ കൂടാതെ നവംബർ 30 വരെ അടക്കാൻ പറ്റും. എന്നാൽ നിയമപരമായി അടക്കേണ്ട വാറ്റ്, എക്സൈസ്, ഈ നികുതികൾക്ക് ഈ അളവ് ബാധകമാക്കാനാവില്ല. കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രിയുമായി ദില്ലിയിൽ കൂടിക്കാഴ്ച നടത്തി സംസ്ഥാനത്തിന്റെ സ്ഥിതി ബോധ്യപ്പെടുത്തുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ കൂട്ടിച്ചേർത്തു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. നോട്ട് അസാധുവാക്കിക്കൊണ്ടുള്ള നരേന്ദ്രമോദിയുടെ തീരുമാനം ജനങ്ങൾക്ക് നേരെയുള്ള മിന്നൽ ആക്രമണമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. സർക്കാർ തീരുമാനം നേരത്തെ തന്നെ BJPയുമായി ബന്ധമുള്ള പലർക്കും അറിയാമായിരുന്നു. കഴിഞ്ഞ 6 മാസത്തിനുള്ളിൽ BJP നടത്തിയ പണമിടപാടുകളെക്കുറിച്ച് ജുഡീഷ്യൽ അന്വേഷണം നടത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഇത് യാതൊരുവിധ തയ്യാറെടുപ്പ് നടത്താതെ ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള മുന്നറിയിപ്പ് കൊടുക്കാതെ എടുത്ത നടപടി ജനങ്ങൾക്ക് നേരെ നരേന്ദ്രമോദി നടത്തിയൊരു മിന്നൽ ആക്രമണമാണ്. ഇതിൻ്റെ ഭാഗമായി കഴിഞ്ഞ 6 മാസത്തിനിടയിൽ BJPയുടെ അക്കൗണ്ടിലേക്ക് വന്ന പണവും അവർ നടത്തിയിട്ടുള്ള പണമിടപാടുകളും ഒരു ജുഡീഷ്യൽ അന്വേഷണത്തിന് വിധേയമാക്കണം. അല്ല, രാജ്യസ്നേഹം അവർക്കുണ്ടായിരുന്നെങ്കിൽ ജനങ്ങളെയാണ് ആദ്യം സ്നേഹിക്കേണ്ടത്. നോട്ടുകൾ പിൻവലിച്ചത് ഭ്രാന്തൻ തീരുമാനമെന്ന് ധനമന്ത്രി തോമസ് ഐസക്. UP തെരഞ്ഞെടുപ്പുമായി ഈ തീരുമാനത്തിന് ബന്ധമുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അർദ്ധരാത്രിയിൽ നോട്ടുകൾ പിൻവലിച്ച നടപടി ജനങ്ങളെ പരിഭ്രാന്തിയിലാക്കി. തൊഴിലും കൂലിയും ഇല്ലാതെ ജനങ്ങൾ പട്ടിണിയിലേക്ക് നീങ്ങുകയാണെന്നും ധനമന്ത്രി പറഞ്ഞു. ഇത് ഒരു ഭ്രാന്താണ് കാണിച്ചിരിക്കുന്നത്. ഇന്ത്യയിലാകെയുള്ള നോട്ടിന്റെ 84% മൂല്യം വരും 500-ന്റെയും 1000-ന്റെയും നോട്ട്. ഒരു അർദ്ധരാത്രിയിൽ തയ്യാറെടുപ്പില്ലാതെ അതൊക്കെ അസാധുവാണെന്ന് പ്രഖ്യാപിച്ച സമ്പദ്ഘടന നിശ്ചലാവില്ലേ? അതാ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്.
അപ്പോഴും ഞാൻ വിചാരിച്ചിരുന്നത് 1000, 500, 2000 ഒക്കെ അടിച്ചു വെച്ചിട്ടുണ്ടാവുന്ന. ഇപ്പോഴാണ് മനസ്സിലാവുന്നത് അടിക്കാൻ പോകുന്നേ ഉള്ളൂ. നോട്ട് അസാധുവാക്കിയത് ന്യായീകരിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ചെറിയ തുകയുടെ നോട്ടുകൾ ബാങ്കുകളിൽ ലഭ്യമാണെന്നും ജനങ്ങൾ ഇക്കാര്യത്തിൽ പരിഭ്രാന്തരാകേണ്ട കാര്യമില്ലെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ലക്ഷക്കണക്കിന് ഇതര സംസ്ഥാന തൊഴിലാളികളെയാണ് കേന്ദ്ര സർക്കാരിന്റെ നോട്ട് നിരോധനം പ്രതിസന്ധിയിലാക്കിയത്. പിൻവലിക്കപ്പെട്ട നോട്ടുകൾ മാറിയെടുക്കാനും അക്കൗണ്ടുകളിൽ നിക്ഷേപിക്കാനും ഇതര സംസ്ഥാനക്കാരുടെ വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത്. കൃത്യമായ തിരിച്ചറിയൽ രേഖകളില്ലാത്തതിനാൽ ഇവരിലേറെ പേർക്കും നിരാശരായി മടങ്ങേണ്ടി വന്നു. പകൽ സമയങ്ങളിൽ തൊഴിലിടങ്ങളിൽ ആയതിനാൽ ദിവസക്കൂലിയായി ലഭിച്ച 1000-500 നോട്ടുകൾ മാറ്റിയെടുക്കാൻ കഴിഞ്ഞ 4 ദിവസമായി ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് കഴിഞ്ഞിരുന്നില്ല. ഞായറാഴ്ച ബാങ്കുകൾ തുറന്നു പ്രവർത്തിപ്പിച്ചപ്പോൾ ഇവരുടെ വലിയ നിരയാണ് പണമിടപാടിനായി എത്തിയത്. ATMകളും പ്രവർത്തിക്കാതായതോടെ ദൈനംദിന ചെലവുകൾക്ക് പോലും ചില്ലറ നോട്ടുകളില്ലാതെ തൊഴിലാളികൾ പലരും ദുരിതത്തിലായിരുന്നു. മാറ്റി നൽകുമ്പോൾ ലഭിക്കുന്ന 2000 രൂപ നോട്ടുകളും ചില്ലറയില്ലാത്തതിനാൽ ഉപയോഗിക്കാൻ സാധിക്കുന്നില്ല. കരാറുകാർ ഇപ്പോഴും കൂലി നൽകുന്നത് 500ന്റെ നോട്ടുകളായാണ്. അവശേഷിക്കുന്ന ഈ പണം എന്ത് ചെയ്യണമെന്ന ധാരണയും ഇവർക്കില്ല. उसको एक ही बार में चेंज करेगा तो 4000 मिलेगा, फिर दूसरा हमारा जो पास पैसा है वो क्या करेगा, ऐसा सोच रहे हैं हम लोग. ദിവസേന മണിക്കൂറുകളോളം ക്യൂ നിൽക്കാൻ ഇവരുടെ തൊഴിൽ സാഹചര്യങ്ങൾ അനുവദിക്കുന്നുമില്ല. मुश्किल तो है, उसी टाइम से कम 3 घंटा 4 घंटे से लाइन में खड़े हैं. തിരിച്ചറിയൽ രേഖകളില്ലാത്തതിനാൽ പണം മാറ്റിവാങ്ങാനാവാതെ നിരവധി പേരെ മടക്കി അയക്കേണ്ടി വരുന്നതായും ബാങ്ക് അധികൃതർ പറയുന്നു. ഇവരുടെ ചിലർക്കൊന്നും തിരിച്ചറിയൽ കാർഡിന്റെ ഒറിജിനൽ ഇല്ല, കൊടുക്കാൻ സാധിക്കാതെ തിരിച്ചുവിടുന്നു. പണം കയ്യിലുണ്ടായിട്ടും ഭക്ഷണം പോലും ലഭിക്കാതെ ആയിരക്കണക്കിന് ഇതര സംസ്ഥാന തൊഴിലാളികളാണ് സമാന രീതിയിൽ ദുരിതമനുഭവിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. നോട്ട് പ്രശ്നത്തെ തുടർന്ന് മത്സ്യബന്ധന മേഖലയിൽ പ്രതിസന്ധി രൂക്ഷം. കച്ചവടം ചെയ്യാനാകാത്ത സ്ഥിതിയിലാണ് തൊഴിലാളികൾ. ചൊവ്വാഴ്ച മുതൽ മത്സ്യബന്ധനത്തിന് പോകേണ്ടെന്ന് മത്സ്യത്തൊഴിലാളി അസോസിയേഷൻ തീരുമാനിച്ചു. 1000ന്റെയും 500ന്റെയും നോട്ടുകൾ കേന്ദ്ര സർക്കാർ പിൻവലിച്ചത് മത്സ്യബന്ധന മേഖലയെ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. വ്യാഴാഴ്ച മുതൽ മത്സ്യക്കച്ചവടത്തിൽ വൻതോതിൽ ഇടിവുണ്ടായി. മുടക്കുമുതൽ പോലും കിട്ടാത്ത സാഹചര്യത്തിൽ മത്സ്യബന്ധനം നിർത്തിവെക്കാനും ചൊവ്വാഴ്ച മുതൽ കടലിലേക്ക് പോകേണ്ടതില്ലെന്നും ബോട്ട് ഓണേഴ്സ് അസോസിയേഷൻ തീരുമാനിച്ചു. മാർക്കറ്റിൽ വന്ന് മത്സ്യം വാങ്ങാൻ നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്താണ് ഈ മത്സ്യം വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവർക്ക് 500 രൂപ 1000 രൂപ നോട്ട് കൊടുത്ത് മത്സ്യം വാങ്ങിക്കൊണ്ടിരുന്നത് പൂർണ്ണമായി നിന്നു പോയാൽ ഈ മത്സ്യബന്ധന മേഖലയിൽ ആരും തന്നെ ഈ മത്സ്യം വാങ്ങാൻ വരാതിരിക്കുന്ന ഒരു സ്ഥിതി, അത് മുഖാന്തരം ഈ ബോട്ടുകളുടെയും വള്ളങ്ങളുടെയും പ്രവർത്തനം തന്നെ നിലവിൽ നിന്നു പോവുകയും. മത്സ്യബന്ധനം നിർത്തിവെച്ചാൽ അത് തൊഴിലാളി കുടുംബങ്ങളെ പട്ടിണിയിലാക്കും. ട്രോളിംഗ് നിരോധനം മൂലം നേരത്തെ തന്നെ മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾ കടക്കണിയിലാണ്. ഈ സാഹചര്യത്തിൽ പ്രശ്നം പരിഹരിക്കാൻ സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്ന് മത്സ്യത്തൊഴിലാളികൾ ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. സംസ്ഥാനത്തെ സ്വകാര്യ സ്വാശ്രയ കോളേജുകളിലെ തലവരിപ്പണം തടയാൻ പദ്ധതിയുമായി വിജിലൻസ്. എഡ്യു വിജിൽ എന്ന പദ്ധതിക്ക് രൂപം നൽകിയ വിജിലൻസ് സ്വാശ്രയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് സർക്കുലറും കൈമാറി. സംസ്ഥാനത്തെ സ്വകാര്യ സ്വാശ്രയ മെഡിക്കൽ എഞ്ചിനീയറിംഗ് കോളേജുകളിലെ തലവരിപ്പണം പൂർണ്ണമായും തടയുക എന്ന ലക്ഷ്യത്തോടെയാണ് സംസ്ഥാന പോലീസ് വിജിലൻസ് വിഭാഗം പുതിയ പദ്ധതിക്ക് രൂപം നൽകിയിരിക്കുന്നത്. എഡ്യു വിജിൽ എന്നതാണ് പദ്ധതിയുടെ നാമം. പദ്ധതി അനുസരിച്ചുള്ള സർക്കുലർ എല്ലാ സ്വാശ്രയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നൽകിയിരിക്കുകയാണ്. ഓരോ കോളേജുകളും അവരുടെ കോളേജ് ഓഫീസുകളിൽ ഈ കോളേജിൽ തലവരിപ്പണം ഉൾപ്പെടെയുള്ള യാതൊരു ഡെപ്പോസിറ്റുകളും വാങ്ങുന്നില്ല എന്ന ബോർഡ് എഴുതി പ്രദർശിപ്പിക്കണമെന്ന് വിജിലൻസ് നൽകിയ സർക്കുലറിൽ പറയുന്നു. മറ്റു ചില നിർദ്ദേശങ്ങളും വിജിലൻസ് ഡയറക്ടർ പുറത്തിറക്കിയ കോളേജുകൾക്ക് അയച്ചുകൊടുത്ത സർക്കുലറിൽ സൂചിപ്പിക്കുന്നു. കോളേജുകളിലെ തലവരിപ്പണം അഴിമതി തടയാൻ മാനേജ്മെന്റുകൾ സഹകരിക്കണമെന്നും സർക്കുലറിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. എഡ്യു വിജിൽ പദ്ധതി പ്രകാരം ഓരോ കോളേജുകളുടെയും വിവരങ്ങൾ വിജിലൻസ് പ്രത്യേക വിംഗ് സൂക്ഷിക്കുകയും അഡ്മിഷൻ സമയത്ത് അത് സംബന്ധിച്ച് നിരീക്ഷണം നടത്തുകയും ചെയ്യും. കൂടാതെ വിജിലൻസ് ഉദ്യോഗസ്ഥരുടെ പരിശോധന ഈ ഘട്ടങ്ങളിൽ കോളേജുകളിൽ നടത്താനും പദ്ധതിയിൽ വിഭാവനം ചെയ്തിട്ടുണ്ട്. കോളേജുകളിൽ സർക്കാർ ഓഫീസുകളിൽ വെക്കുന്നതുപോലെ വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോയുടെ ബോർഡുകളും സ്ഥാപിക്കും. ഇതിനൊക്കെ പുറമെ ഏതെങ്കിലും വിദ്യാർത്ഥിക്കോ രക്ഷിതാവിനോ തലവരിപ്പണം ശ്രദ്ധയിൽപ്പെട്ടാൽ ഈ സെല്ലിലേക്ക് പരാതിയും നൽകാം. പുതിയ പദ്ധതിയിലൂടെ സ്വാശ്രയ കോളേജുകളിലെ അഴിമതിയും തലവരിപ്പണവും പൂർണ്ണമായും തുടച്ചു നീക്കാനാകുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് വിജിലൻസ്. സുനിൽ അരുമാനൂർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കൊടൈക്കനാലിൽ 2 മലയാളി വിദ്യാർത്ഥികൾ ശ്വാസം മുട്ടി മരിച്ചു. ആലപ്പുഴയിൽ രാജഗിരി എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥികളാണ് മരിച്ചത്. ഹോട്ടൽ മുറിയിലെ കൽക്കരിയിൽ നിന്നുയർന്ന പുകയാണ് അപകട കാരണമെന്നാണ് നിഗമനം. കൂടുതൽ വിവരങ്ങളുമായി ഷാജഹാൻ ആലപ്പുഴയിൽ നിന്ന് ചേരുകയാണ്. ഷാജഹാൻ, മരിച്ചവരെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ ലഭ്യമായോ? അപകടമുണ്ടാകാനുള്ള കാരണം എന്താണ്?
ജോർജറ്റ് കഴിഞ്ഞ ദിവസം ആലപ്പുഴയിൽ നിന്നും കൊടൈക്കനാലിലേക്ക് വിനോദസഞ്ചാരത്തിന് പോയ 16 അംഗ സംഘത്തില് 3 പേർ മരണപ്പെട്ടതായിട്ടാണ് നമുക്കിപ്പോൾ വിവരം ലഭിച്ചിരിക്കുന്നത്. ആലപ്പുഴ സ്വദേശികളാണ് ഇവർ വ്യത്യസ്ത സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന വ്യക്തികളാണ്. മരണകാരണം കൃത്യമായിട്ട് അറിവായിട്ടില്ല എങ്കിൽ പോലും ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് ഇവർ കിടന്ന മുറിയിൽ, ഇവർ 5 പേർ മുറിയിലുണ്ടായിരുന്നു. ഈ മുറിയിൽ കൽക്കരി ഉപയോഗിച്ചുകൊണ്ട് ഇവർ തീയിട്ടിരുന്നു. ഇത്തരത്തിൽ വാതകം ശ്വസിച്ചുകൊണ്ടാണ് ഇതിന്റെ വിഷവാതകം ഉള്ളിൽ ചെന്നാണ് ഇവർ മരണപ്പെട്ടതെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ. 3 പേർ മരിച്ചിട്ടുണ്ട്. ഇവർ 3 പേരും ആലപ്പുഴ സ്വദേശികളാണെന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഇവരുടെ വിവരങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ബിബിൻ തോമസ് എന്ന് പറയുന്ന 2 പേരുടെ പേരുകളാണ് നമുക്ക് ലഭ്യമായിരിക്കുന്നത്. ആലപ്പുഴയിലുള്ള ഒരു ട്രാവൽ വാഹനത്തിലാണ് ഇവർ പോയത്. ഇതിന്റെ ഡ്രൈവർ അടക്കം 3 പേരാണ് മരണപ്പെട്ടിരിക്കുന്നത് എന്നാണ് നമുക്ക് ലഭ്യമായ വിവരം. നാട്ടിൽ നിന്നും ബന്ധുക്കളും മറ്റും ഇപ്പോൾ അങ്ങോട്ട് യാത്ര തിരിച്ചിട്ടുണ്ട്. അവർ സംഭവ സ്ഥലത്തെത്തിയിട്ടില്ല. 2 പേർ ഇപ്പോഴും ഗുരുതരമായ ചികിത്സയിലാണ് എന്നുള്ള വിവരം ലഭ്യമാകുന്നുണ്ട്. മൊത്തം 14 പേരാണ് കഴിഞ്ഞ ദിവസം ആലപ്പുഴയിൽ നിന്നും കൊടൈക്കനാലിലേക്ക് വിനോദസഞ്ചാരത്തിനായി പോയത്. വിനോദസഞ്ചാരത്തിലെ മറ്റംഗങ്ങളുമായി ബന്ധപ്പെടാൻ കഴിഞ്ഞോ? അവരെന്താണ് പറയുന്നത്? കൂടുതൽ വിവരങ്ങൾ മറ്റു ബുള്ളറ്റിനുകളിൽ നൽകാനാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ആലപ്പുഴയിൽ നിന്ന് ഷാജാനാണ് വിവരങ്ങൾ പങ്കുവച്ചത്. മറ്റു വാർത്തകളിലേക്ക്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് മുംബൈ മലയാളികളുടെ പൗരസ്വീകരണ ചടങ്ങിലും മലയാളി വ്യവസായികളുടെ യോഗത്തിലും പങ്കെടുക്കുന്നതിനായാണ് മുഖ്യമന്ത്രി മുംബൈയിലെത്തിയത്. കേരള മുഖ്യമന്ത്രിയായി ചുമതലയേറ്റ ശേഷം പിണറായി വിജയൻ ആദ്യമായി മുംബൈയിലെത്തുമ്പോൾ ഏറെ പ്രതീക്ഷയിലാണ് നഗരത്തിലെ മലയാളി സമൂഹം. മുംബൈ വിമാനത്താവളത്തിലിറങ്ങിയ കേരള മുഖ്യമന്ത്രിക്ക് ആവേശകരമായ വരവേൽപ്പാണ് നഗരം നൽകിയത്. എയർപോർട്ടിൽ നിന്നും നേരെ മുംബൈയിലെ മലയാളി വ്യവസായികളുടെ യോഗത്തിൽ സംബന്ധിച്ച ശേഷമായിരിക്കും ചെമ്പൂർ ആദർശ വിദ്യാലയത്തിൽ ഐക്യ കേരളത്തിന്റെ വജ്രജൂബിലി ആഘോഷങ്ങളിലും മുംബൈ മലയാളികളുടെ പൗരസ്വീകരണങ്ങളിലും പങ്കെടുക്കുക. ഇടതുപക്ഷ സർക്കാർ മറുനാടൻ മലയാളികളുടെ ക്ഷേമത്തിൽ കൂടുതൽ ശ്രദ്ധ നൽകുമെന്നും പ്രായോഗികമായ നടപടികൾ കൈക്കൊള്ളുമെന്ന പ്രതീക്ഷയിലാണ് കേരളത്തിന് പുറത്തെ ശക്തമായ മലയാളി സമൂഹവും. പ്രേംലാൽ, ന്യൂസ് ബ്യൂറോ, മുംബൈ. അപൂർവ രോഗം ബാധിച്ച കുഞ്ഞിന്റെ നിർധന കുടുംബത്തിന് ഉമ്മൻചാണ്ടി സർക്കാർ സഹായം വാഗ്ദാനം ചെയ്ത് പറ്റിച്ചിട്ട് 2 വർഷം പിന്നിടുന്നു. എറണാകുളം കങ്ങരപ്പടിയിൽ വാടകയ്ക്ക് താമസിക്കുന്ന ലെബിനും കുടുംബവുമാണ് വഞ്ചിക്കപ്പെട്ടത്. ഓട്ടോ ഡ്രൈവറായ ലെബിന് വീടും ഭൂമിയും ഉൾപ്പെടെ നിരവധി വാഗ്ദാനങ്ങളാണ് സുതാര്യ കേരളം പരിപാടിയിൽ വെച്ച് ഉമ്മൻചാണ്ടി പ്രഖ്യാപിച്ചത്. എന്നാൽ പ്രഖ്യാപനങ്ങൾ ഇന്നും കടലാസിലാണ്. സുതാര്യ കേരളം തുണച്ചു. ലൈബിനും കുടുംബത്തിനും പ്രതീക്ഷകളുടെ പുതുവർഷം എന്നാണ് 2 വർഷം മുൻപ് ജനുവരി 2-ന് ഇറങ്ങിയ ഒരു പത്രത്തിൽ വാർത്ത വന്നത്. ലൈബിന്റെ പരാതി പരിഗണിച്ച അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സുതാര്യ കേരളം പരിപാടിയിൽ വെച്ച് പ്രഖ്യാപിച്ച വാഗ്ദാന പെരുമഴ സംബന്ധിച്ചായിരുന്നു വാർത്ത. ദേഹമാസകലം തൊലി പൊളിഞ്ഞു പോവുകയും ജന്മനാ കൺപോളകൾ നഷ്ടമായതിനെ തുടർന്ന് ഉറങ്ങാനാവാത്ത അപൂർവ അസുഖം ബാധിച്ച ലൈബിന്റെ 1.5 വയസ്സുകാരി മകൾ ലൈവിതയുടെ അവസ്ഥ കണ്ടായിരുന്നു പ്രഖ്യാപനങ്ങൾ. എറണാകുളം കങ്ങരപ്പടിക്കടുത്ത് വാടക വീട്ടിൽ താമസിക്കുന്ന ലൈബിന്റെ കുടുംബത്തിന് ജില്ലയിൽ തന്നെ 3 സെന്റ് സ്ഥലം, വീട്ടിൽ ഒരു മുറി ശീതീകരിക്കുക, കുഞ്ഞിനും അമ്മയ്ക്കും പെൻഷൻ, വാടകയ്ക്ക് ഓട്ടോ ഓടിക്കുന്ന ലൈബിന് സ്വന്തമായി ഓട്ടോ തുടങ്ങിയവയായിരുന്നു വാഗ്ദാനങ്ങൾ. എന്നാൽ പിന്നെന്തുണ്ടായി എന്ന് ലൈബിൻ തന്നെ പറയും. കളക്ടറേറ്റ് കയറി ഇറങ്ങുമ്പോഴൊക്കെ അവർ പറയണത് ഇപ്പോൾ ശരിയാക്കി തരാം, പിന്നെ ആ സ്ഥലം സ്മാർട്ട് സിറ്റി എടുത്തു പോയി എന്നൊക്കെയാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. അതിനുശേഷം ഞാൻ അവിടെ ചെന്ന് നോക്കുമ്പോൾ അവിടെ വേറെ ആൾക്കാർ വീട് വെക്കുന്നുണ്ട്. സാധാരണക്കാരായ പാവപ്പെട്ടവർക്ക് ഇങ്ങനെയുള്ള വാഗ്ദാനങ്ങളും കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ്. പറ്റുന്നതേ ചെയ്യാൻ പാടുള്ളൂ. ലൈവിതയ്ക്കിപ്പോൾ പ്രായം 3.5 വയസ്സ്. അസുഖത്തിന് ഒരു കുറവുമില്ല. സർക്കാർ സഹായം തന്നെയാണ് ഈ കുടുംബം പ്രതീക്ഷിക്കുന്നത്. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറഞ്ഞു പറ്റിച്ചവരുടെ കൂട്ടത്തിൽ ലൈബിൻ്റെ കുടുംബവും ഉൾപ്പെടുന്നു. ഈ ലൈവിതയ്ക്കായി നിരവധി വാഗ്ദാനങ്ങളാണ് മുൻ സർക്കാർ വാഗ്ദാനം ചെയ്തതെങ്കിലും അതെല്ലാം കടലാസിൽ മാത്രമായി ഇപ്പോഴും അവശേഷിക്കുകയാണ്. കങ്ങരപ്പടിയിലെ ലൈബിൻ്റെ വീട്ടിൽ നിന്നും ക്യാമറാമാൻ മനോജ് ചങ്ങനാശ്ശേരിക്കൊപ്പം KM ഉമേഷ്. പുരോഗമന കലാസാഹിത്യ സംഘം സംസ്ഥാന പ്രസിഡന്റായി വൈശാഖിനെയും സെക്രട്ടറിയായി പ്രൊഫസർ VN മുരളിയെയും തെരഞ്ഞെടുത്തു. TR അജയനാണ് ട്രഷറർ. തൃശൂരിൽ നടന്ന സംസ്ഥാന സമ്മേളനമാണ് ഭാരവാഹികളെ തെരഞ്ഞെടുത്തത്. സാംസ്കാരിക രംഗത്തെ വെല്ലുവിളികളും പ്രതിസന്ധികളും നേരിടാനുള്ള സമഗ്ര പ്രതിരോധത്തിന് രൂപരേഖ നൽകിയാണ് 11ാമത് പുരോഗമന കലാസാഹിത്യ സംഘം സംസ്ഥാന സമ്മേളനത്തിന് തിരശ്ശീല വീണത്. സമ്മേളനത്തിന്റെ 3-ാം ദിനം കമലാ സുരയ്യ വേദിയിലെ വനിതാ സമ്മേളനത്തിൽ സ്ത്രീ, സമൂഹം, സംസ്കാരം എന്ന വിഷയത്തിൽ സെമിനാർ നടന്നു. പുരോഗമന സാഹിത്യം പോരാട്ട വഴികൾ സെമിനാർ ഡോക്ടർ KP മോഹനൻ ഉദ്ഘാടനം ചെയ്തു. നയരേഖയിന്മേലുള്ള ചർച്ചകൾക്ക് ശേഷമാണ് ഭാരവാഹി തിരഞ്ഞെടുപ്പ് നടന്നത്. സംസ്ഥാന പ്രസിഡന്റായി വൈശാഖനെയും സെക്രട്ടറിയായി പ്രൊഫസർ VN മുരളിയെയും ട്രഷറർ ആയി കൈരളി TV ഡയറക്ടർ TR അജയനെയും വീണ്ടും തെരഞ്ഞെടുത്തു.
നിലവിലെ അംഗങ്ങൾ ഉൾപ്പെടെ 154 അംഗ സംസ്ഥാന കമ്മിറ്റിക്കാണ് സമ്മേളനം രൂപം നൽകിയത്. TD രാമകൃഷ്ണൻ, PR വാസുദേവൻ, ബെന്യാമിൻ തുടങ്ങിയവരാണ് കമ്മിറ്റിയിലെ പുതിയ അംഗങ്ങൾ. ന്യൂസ് ബ്യൂറോ, തൃശൂർ. കേരള സംസ്ഥാന വ്യാപാരി വ്യവസായി സമിതി 9ാം സംസ്ഥാന സമ്മേളനം കണ്ണൂരിൽ ആരംഭിച്ചു. 570 പ്രതിനിധികൾ പങ്കെടുക്കുന്ന സമ്മേളനം 14-ന് വൈകുന്നേരം സമാപിക്കും. കേരള സംസ്ഥാന വ്യാപാരി വ്യവസായി സമിതി 9ാം സംസ്ഥാന സമ്മേളനത്തിന് കണ്ണൂരിൽ തുടക്കമായി. ഇന്നലെ വൈകുന്നേരം പത്തനംതിട്ടയിൽ നിന്നും സമിതി സംസ്ഥാന വൈസ് പ്രസിഡന്റ് വി പാപ്പച്ചന്റെ നേതൃത്വത്തിലുള്ള പതാക ജാഥയും സംസ്ഥാന ട്രഷറർ AT അബ്ദുള്ളക്കോയയുടെ നേതൃത്വത്തിൽ തലശ്ശേരിയിൽ നിന്നെത്തിയ കൊടിമര ജാഥയും കണ്ണൂർ സ്റ്റേഡിയം കോർണറിൽ കേന്ദ്രീകരിച്ച് പതാക ഉയർത്തിയതോടെയാണ് സമ്മേളനത്തിന് തുടക്കമായത്. പ്രതിനിധി സമ്മേളനം മുൻ വ്യവസായ മന്ത്രി EP ജയരാജൻ MLA ഉദ്ഘാടനം ചെയ്തു. ജനങ്ങൾ പ്രതിസന്ധിയിലായിരിക്കുന്ന ഘട്ടത്തിൽ സമരത്തിലേക്ക് നീങ്ങുന്ന ഏകോപന സമിതിയുടെ നിലപാട് അംഗീകരിക്കാനാവുന്നതല്ലെന്ന് EP ജയരാജൻ പറഞ്ഞു. പക്ഷെ ഉള്ള കടകൾ അടച്ചുപൂട്ടി ഗ്രാമപ്രദേശങ്ങളിലുള്ള ചായക്കടകളും ബേക്കറികളും പച്ചക്കറി കടകളും എല്ലാം അടച്ചുപൂട്ടി ആകെ എല്ലാം സ്തംഭിപ്പിക്കത്തക്ക നിലയിലേക്ക് ദീർഘകാലത്തേക്ക് ഒരു സമരവും പ്രഖ്യാപിച്ച് കഷ്ടപ്പെടുത്തുക എന്നുള്ള നശീകരണ വാസനയോടുകൂടി നശീകരണ ചിന്തയോടും കൂടി പ്രവർത്തിക്കുന്ന ഏകോപന സമിതിയുടെ നിലപാട് സംബന്ധിച്ച് നിങ്ങൾ പരിശോധിക്കണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ള കാര്യം. ജെയിംസ് മാത്യു MLA ചെയർമാനും V ഗോപിനാഥ് ജനറൽ കൺവീനറുമായ സംഘാടക സമിതിയാണ് ജില്ലയിലെ 250 യൂണിറ്റുകൾ കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തകരെ കൂട്ടിയോജിപ്പിച്ചുള്ള പ്രവർത്തനം നടത്തുന്നത്. 576 പ്രതിനിധികൾ പങ്കെടുക്കുന്ന സമ്മേളനം 14-ന് വൈകിട്ട് സമാപിക്കും. സമാപന പൊതുസമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. RSP UDF വിടണമെന്ന് കേന്ദ്ര സെക്രട്ടേറിയറ്റ് അംഗം ക്ഷിതി ഗോസ്വാമി. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. Because they are not wanting to shake off the relation just at the moment. We have advised them, you start your movement on popular cause, on humanitarian cause. You start developing movement on independent platform. And then, if it is necessary, then on the spur of that movement, you can come out and you can take your own left stand. You see that it's a great problem. The total political situation of the country is very hazy. It may be that left unity must be forced, and from the side of CPM we also expect that they should have give us a call, and that the guardian of the late movement in our country now, Achyutanandan, he is still living his tongues out. So if Achyutanandan can take any initiative to mitigate the matter, we shall perhaps from the side of our central committee, we shall welcome that decision. Yes, they have told me that there is no call from CPM. But by developing Kerala State Secretary, no, they didn't call us. If any call from CPM, why not? We are in favor of forging the left unity throughout the country. That was some unprincipled things were done in the last election. That's why if we can rectify, we shall try to rectify. But if that call should be given to us from the side of CPM, because they are big party, it is their responsibility to call us. പീപ്പിൾ ടിവിക്ക് നൽകിയ പ്രത്യേക അഭിമുഖത്തിലാണ് ക്ഷിതി ഗോസ്വാമിയുടെ അഭിപ്രായ പ്രകടനങ്ങൾ. കൂടുതൽ വിവരങ്ങളുമായി ജീവൻ തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ്. ജീവൻ, RSP UDF ബന്ധം കൊണ്ട് യാതൊരു നേട്ടവുമില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത് RSP കേന്ദ്ര നേതൃത്വത്തിന്റെ പൊതു നിലപാടാണോ? ജോർജറ്റ്, ഒരുപക്ഷെ ഇത് ആദ്യമായിട്ടായിരിക്കും ഒരു തിരഞ്ഞെടുപ്പ് പരാജയത്തിന് ശേഷം ഒരു കേന്ദ്ര നേതാവ് RSPയെ CPIM മുൻകൈ എടുത്തുകൊണ്ട് LDFിലേക്ക് തിരികെ എത്തിക്കണമെന്ന ആവശ്യം മുൻപോട്ട് വെക്കുന്നത്. വർഗീയതക്കെതിരായ നിലപാട് ശക്തിപ്പെടുത്തേണ്ട ഒരു സമയമാണിത്. LDFിലേക്ക് RSPയെ CPIM നേതൃത്വം തിരികെ വിളിക്കണമെന്നും LDFിലേക്ക് പോകാൻ കഴിയുന്നില്ല എന്നതാണ് RSPയുടെ കേരള ഘടകത്തിന്റെ അഭിപ്രായമെങ്കിൽ RSP കേരളത്തിൽ ഒരു സ്വതന്ത്ര നിലപാട് സ്വീകരിക്കണമെന്നതുമാണ് അദ്ദേഹം പീപ്പിൾ ടിവിക്ക് അനുവദിച്ച പ്രത്യേക അഭിമുഖത്തിൽ പറഞ്ഞത്. RSPയുടെ കേന്ദ്ര സെക്രട്ടേറിയറ്റ് അംഗവും പശ്ചിമ ബംഗാളിലെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുമാണ് അദ്ദേഹം. RSPയെ LDFിലേക്ക് ക്ഷണിച്ചത് VS നേരത്തെ RSPയെ LDFിലേക്ക് ക്ഷണിച്ചതിനെ കേരള നേതൃത്വം മുഖവിലക്കെടുക്കണം. UDF ബന്ധം ഉപേക്ഷിക്കണമെന്ന് ആവർത്തിച്ച് കേന്ദ്ര നേതൃത്വം RSPയോട് ആവശ്യപ്പെട്ടതാണ്. എന്നിട്ടും അവരത് ഉപേക്ഷിക്കാൻ തയ്യാറാവുന്നില്ല. ഇക്കാര്യങ്ങളെല്ലാം വരാൻ പോകുന്ന പ്ലീനം ചർച്ച ചെയ്യും. അടുത്ത നാളുകളിൽ തന്നെ കേരളത്തിൽ തന്നെ ചേരാൻ പോകുന്ന കേന്ദ്ര കമ്മിറ്റി യോഗം ഈ കാര്യങ്ങൾ വിശദമായി പരിശോധിക്കുമെന്നും ക്ഷിതി ഗോസ്വാമി പീപ്പിൾ ടിവിയോട് പറഞ്ഞു. ജോർജറ്റ്, കേരള ഘടകത്തിന്റെ പ്രതികരണം ഉണ്ടായിട്ടുണ്ടോ?
ഇത് സംബന്ധിച്ച് കേന്ദ്ര നേതൃത്വത്തിന്റെ ഒരു അഭിപ്രായ പ്രകടനം മാത്രമാണ് ഇപ്പോൾ ഉണ്ടായത്. ഇന്നിവിടെ RSPയുടെ യോഗത്തിൽ പങ്കെടുക്കുവാനായി തലസ്ഥാനത്തെത്തിയ നേതാക്കന്മാരായിരുന്നു മനോജ് ഭട്ടാചാര്യയും ക്ഷിതി ഗോസ്വാമിയും അടക്കമുള്ള നേതാക്കന്മാർ ഇന്ന് എത്തി. നാളെ VP രാമകൃഷ്ണപിള്ളയുടെ കൊല്ലത്തെ വസതിയിൽ അവർ അവിടേക്ക് പോകുന്നുണ്ട്. അവിടെ വെച്ച് കേരള നേതൃത്വവുമായി കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കും.